കുട്ടികളിലെ അമിത വികൃതി. സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന പെരുമാറ്റ പ്രശ്നമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD. കുട്ടി ക്ലാസ്സിലിരുന്ന് വികൃതി കാണിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, എടുത്തുചാട്ട സ്വഭാവം കാണിക്കുന്നു, ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഈ പരാതികളുമായിട്ടായിരിക്കും മിക്കവാറും മാതാപിതാക്കൾ ഈ കുട്ടിയെയും കൊണ്ട് വരുന്നത്. സ്കൂളിൽ അടങ്ങിയിരിക്കാത്തത് കാരണം ആ കുട്ടിയെ അധ്യാപകർക്ക് വലിയ വെറുപ്പാവാൻ സാധ്യതയുണ്ട്. അവനെ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു അവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ADHD ഉള്ള കുട്ടികൾക്ക് 3 പ്രധാന ലക്ഷണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ശ്രദ്ധ കുറവാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ പതറിപ്പോകുന്നു. അത് കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അത് പഠന പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമാവുന്നു. വീട്ടിലും ഇതേപോലെ ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവും. കടയിൽ പോയി ഒരു 4 സാധനങ്ങൾ വാങ്ങി വരാൻ പറഞ്ഞാൽ ഏതെങ്കിലും 2 എണ്ണം മാത്രം വാങ്ങി വരും. ഏൽപ്പിച്ചു വിടുന്ന ജോലികൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് വരില്ല, അത് മറന്നുപോയി എന്ന് പറയും. അമിത വികൃതിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. ക്ലാസ്സിലിരിക്കുമ്പോൾ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിക്കും, പാട്ടുപാടും, മേശപ്പുറത്ത് താളം പിടിക്കും, അടുത്തിരിക്കുന്ന കുട്ടികളെ പിച്ചുകയും മാന്തുകയും കാല് പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ശല്യങ്ങളായിരിക്കും. വീട്ടിലാണെങ്കിലും ഒരു മോട്ടോർ ഘടിപ്പിച്ച യന്ത്രത്തെ പോലെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് ADHDയുടെ ഒരു വിവരണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും കയ്യോ കാലോ തലയോ വല്ലതും ആട്ടിക്കൊണ്ടിരിക്കുമെന്ന് മാതാപിതാക്കൾ പറയും. ഈ അതിവേഗത്തിൽ ഓടി നടക്കുന്ന കാരണം വീട്ടിൽ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെ വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എടുത്തുചാട്ടമാണ്. ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇടിച്ചു തള്ളി മുമ്പിലേക്ക് കയറും. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ പോലും അതിവേഗം ഓടി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ചോദ്യം പൂർത്തിയാകുന്നതിന് മുമ്പേ ഉത്തരം വിളിച്ചു പറയും. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ പോലും അലക്ഷ്യമായി അതിവേഗത്തിൽ കണക്കൊക്കെ കൂട്ടി തെറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ നമ്പർ മാറി എഴുതും, അല്ലെങ്കിൽ കണക്ക് എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ഈ കുട്ടികളെക്കുറിച്ച് അധ്യാപകർ പറയാറുണ്ട്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷേ ഭയങ്കര കെയർലെസ് ആണ്, വളരെ അശ്രദ്ധയാണ്. അത് ADHDയുടെ ലക്ഷണമാണ്. മിക്കവാറും ഈ ലക്ഷണങ്ങളൊക്കെ ഒരു 7 വയസ്സിന് മുൻപ് തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും മിക്കവാറും കുട്ടികളിൽ. പക്ഷേ അപൂർവം ചില കുട്ടികളിൽ 12 വയസ്സ് വരെ വൈകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ADHD ഉണ്ടാകുന്നത്? അതിന് തലച്ചോറ് സംബന്ധമായ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ നെറ്റിയുടെ പുറകിലിരിക്കുന്ന തലച്ചോറിൻ്റെ മുൻഭാഗം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അവിടെയുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് ഇവർക്ക് ശ്രദ്ധക്കുറവുണ്ടാകുന്നത്. തലച്ചോറിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുന്നത് ഇവരിൽ എടുത്തുചാട്ട സ്വഭാവവും അമിത വികൃതിയും വരാൻ കാരണമാകുന്നു. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ പരിഹരിക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും തലച്ചോറ് അധിഷ്ഠിതമായൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ തലച്ചോറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മരുന്നുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടുകയും തലച്ചോറിൻ്റെ 2 അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള സുരക്ഷിതമായ മരുന്നുകൾ നിലവിലുണ്ട്. ഈ മരുന്നുകൾ തന്നെയാണ് പ്രധാന ചികിത്സ. മരുന്നുകളോടൊപ്പം ഇവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനുള്ള പെരുമാറ്റ ചികിത്സ അഥവാ ബിഹേവിയർ തെറാപ്പി, അതിനും വലിയ പ്രാധാന്യമുണ്ട്. മാതാപിതാക്കൾക്കുള്ള പരിശീലനം, പേരൻറ്റിങ് ട്രെയിനിങ്, അതും അത്യാവശ്യമാണ്. കാരണം ഈ കുട്ടി മനഃപൂർവ്വം തങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അനുസരണക്കേട് കാട്ടുകയാണെന്ന് കരുതി ഈ കുട്ടിയെ അടിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയായിരിക്കും മാതാപിതാക്കൾ പൊതുവേ ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത്. ഇതൊരു രോഗാവസ്ഥയാണ്. ഇത് കൃത്യമായി ചികിത്സയിലൂടെ മാറ്റിയെടുക്കുകയാണ് വേണ്ടതെന്നുള്ള അവബോധം മാതാപിതാക്കൾക്ക് നൽകണം. ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHDക്ക് എന്താണ് സംഭവിക്കുക? ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പലപ്പോഴും കാർട്ടൂണുകൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ലഹരി പരീക്ഷണങ്ങളടക്കമുള്ള അപകടകരമായ പരീക്ഷണങ്ങളിലേക്ക് ഇവർ പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചികിത്സിക്കപ്പെടാത്ത ADHD കുട്ടികൾ ഭാവിയിൽ ലഹരി അടിമത്വത്തിലേക്ക് പോകുന്നതായി കണ്ടുവരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ADHD ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സാമൂഹിക നിക്ഷേപമാണ്. നമസ്കാരം.